എൻ മോഹനൻ എഴുതിയ ഒരിക്കൽ എന്ന പുസ്തകം വായിച്ചു. നഷ്ടപ്രണയത്തിൻ്റെ തീവ്രത വളരെ ആഴത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു സ്ത്രീയെപ്പറ്റി ചോദിച്ചപ്പോൾ തൻ്റെ ശൈശവത്തിലും സ്വഭാവ രൂപീകരണത്തിലും ബുദ്ധിപരമായ വികാസത്തിലുമൊക്കെ തന്നെ സ്വാധീനിച്ചിട്ടുള്ള അമ്മയെക്കാളും ജീവിതത്തിൻ്റെ താളരഹിതമായ സമയത്ത് തൻ്റെ ഒപ്പം ചേർന്നു നിന്ന ഭാര്യയെക്കാളും അയാൾ ഓർത്തത് അവളെയായിരുന്നു. തൻ്റെ ബുദ്ധിപരമായും വികാരപരവുമായ ജീവിതങ്ങളെ കോർത്തിണക്കി തൻ്റെ സ്വഭാവഘടനയിലും ജീവിത വീക്ഷണത്തിലും മാറ്റമുണ്ടാക്കിയ ആ പെൺകുട്ടി. അവളായിരുന്നു അയാൾക്കെല്ലാം. പരസ്പരം സ്നേഹം പങ്കുവച്ചും പ്രതീക്ഷകൾ കൈമാറിയും ജീവിച്ചിരുന്ന ഒരു കാലം. ജീവിതത്തിലെ നിർണായകമായ സമയത്ത് അവനെ തള്ളിപ്പറഞ്ഞ് വീട്ടുകാരുടെ സമ്മതപ്രകാരം മറ്റൊരാളുടെ ഭാര്യയാകാൻ അവൾ കൂട്ടുനിന്നു. യഥാർത്ഥത്തിൽ അയാൾക്ക് അവളോട് വെറുപ്പുണ്ടായിരുന്നോ? തൻ്റെ സ്വപ്നത്തിൻ്റെ ചില്ലുജാലകങ്ങൾ തകർത്തെറിഞ്ഞു കടന്നുപോയ അവളെ അയാൾ അത്രയ്ക്ക് വെറുത്തിരുന്നോ? അലക്ഷ്യമായി നടന്നിരുന്ന തന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് അവളായിരുന്നു. ജീവിതത്തിന് ഒരു അർത്ഥം വന്നത് അവൾ വന്നപ്പോഴായിരുന്നു. തന്നെ താനാക്കി മാറ്റിയ അവളോടുള്ള നന്ദി അയാൾ വ്യക്തമാക്കുന്നു. അയാൾക്ക് ഒരു പരിഭവവുമില്ല, പരാതിയുമില്ല, പകരം നന്ദിയും സ്നേഹവും മാത്രം. പുസ്തകത്തിൻ്റെ അവസാന താളിൽ അയാൾ ഇങ്ങനെ കുറിച്ചിടുന്നു: എന്നെ സ്നേഹം പഠിപ്പിച്ച, സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി, നിനക്കെന്നും നല്ലതു വരട്ടെ.